സെലു കിച്ചൻ വളപുരം എന്ന ചാനൽ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പം യൂട്യൂബിൽ നമ്മളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽ കാണൂല. ഇപ്പോൾ അവർ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ പേരിൽ തന്നെ. ആ ചാനലാണ് നമുക്ക് കാണാൻ പറ്റും. വല്യമ്മാൻ്റെ ഒപ്പം റംബുട്ടാൻ മരം കുഴിച്ചിടാൻ പോയിട്ട് അങ്ങനെ വൈറലായ ഒരു ചാനലാണത്. അങ്ങനെ പിന്നെ സോഷ്യൽ മീഡിയ പിന്നെ അത് ഏറ്റെടുത്തു. എല്ലാവരും അവരുടെ ഇൻ്റർവ്യൂവും അവരുടെ കൂടെയുള്ള വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഫേമസായി. പ്രൊമോഷൻ വർക്കുകളും അങ്ങനെയൊക്കെ ആയിട്ട് സെലു കിച്ചന് ഓരോ ഒഴിവുമില്ലായിരുന്നു. അങ്ങനെ സെലീന തിരക്കിലിങ്ങനെ പോണ സമയത്താണ് ഇപ്പം യൂട്യൂബ് പെട്ടെന്ന് സെലീനാൻ്റെ ചാനൽ ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ അവരുടെ ചാനൽ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. നല്ല കോമഡി, അതായത് അവരുടെ സംസാരം ആ മലപ്പുറം രീതിയിലുള്ള സംസാരവും പിന്നെ നല്ല എല്ലാവർക്കും നല്ല ചിരിക്കാനുള്ള കണ്ടൻറ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ ദിവസം ലൈവ് ഇടും. ഈ ലൈവ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ രാത്രി അല്ലെങ്കിൽ രാവിലെ അങ്ങനെയൊക്കെ ലൈവ് ഇടും. അപ്പോൾ ആ സമയത്ത് അവരുടെ മൂഡനുസരിച്ചാണ്. അധികം ആ ലൈവ് ഇടുന്ന സമയത്ത് നല്ല ദേഷ്യത്തിലായിരിക്കും. ആളുകളെ ചിലപ്പം പ്രേക്ഷകരെ മൊത്തം വഴക്ക് പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ നല്ല അടുപ്പുള്ള ആളുകളെ പിന്നെ അവരോട് എന്തെങ്കിലും കാരണത്താൽ അവരോട് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ കുറിച്ചിട്ടൊക്കെ ഈ ലൈവിൽ പിന്നെ വന്നിട്ട് പറയും. അങ്ങനെ 2-3 പ്രാവശ്യം എന്നെക്കുറിച്ചും വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇപ്പോൾ കൂടെ നടക്കുന്ന കുറേ ആൾക്കാരെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ആരെങ്കിലും കംപ്ലയിൻറ്റ് പറയുമ്പോൾ. പിന്നെ ഇപ്പോൾ ഒരു ലൈവ് ഇട്ട ഉടനെ പിന്നെ ചാനലാണ് പോയെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ മുമ്പ് 3 വാണിങ് നോട്ടിഫിക്കേഷൻ YT സ്റ്റുഡിയോയിൽ വന്നോ കിടപ്പുണ്ടായിരുന്നു. അത് ഇവർക്ക് ഇതൊന്നും നോക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് ഇവരുടെ ചാനൽ മാനേജ് ചെയ്യുന്ന ഷമീർ ഷാ എന്ന് പറഞ്ഞത് YT സ്റ്റുഡിയോയിൽ 3 നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടായിരുന്നു. പിന്നെ അവനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ചാനൽ വയലേഷനാണ്. അപ്പോൾ യൂട്യൂബ് സ്വാഭാവികമായിട്ടും ഈ വയലേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ കട്ട് ചെയ്ത് കളയും. അതുപോലെ ചാനലിനെ നല്ല പ്രശ്നമുള്ളതാണെന്നുണ്ടെങ്കിൽ ചാനലിനെ ഡിലീറ്റ് ചെയ്യും. ആദ്യം അവർ വാണിങ് തരും. എന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിനെ അവർ ഡിലീറ്റ് ചെയ്ത് കളയും. ഇപ്പം ഇവരുടെ കേസിൽ എന്ന് പറയുന്നത് ഈ ലൈവിൽ ഇങ്ങനെ ആളുകളെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് എന്തെങ്കിലും സംസാരിച്ചപ്പം യൂട്യൂബിന് അത് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ആളുകളെ കമൻറ്റും ഇവരുടെ സംസാരവും ഇതെല്ലാം കൂടെ പിന്നെ പ്രശ്നമായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും 3 പ്രാവശ്യം പിന്നെ വാണിംഗ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടും ശ്രദ്ധിക്കാത്തതുകൊണ്ട് പിന്നെ വന്നപ്പോൾ പിന്നെ ഇത് തുടർന്നപ്പം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാവാം. ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ചാനൽ ഡിലീറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബ് നമുക്ക് മുൻപേ ഒരു വാണിംഗ് തരും. കാരണം പെട്ടെന്നൊരു ദിവസം യൂട്യൂബ് നമ്മളെ ചാനൽ ഡിലീറ്റ് ചെയ്ത് കളയില്ല. നമ്മളെന്തെങ്കിലും നമ്മളെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമുക്ക് മെയിൽ അയക്കും. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചാനൽ വയലേഷൻ ഉണ്ടായിട്ടുണ്ട്, യൂട്യൂബിൻ്റെ പോളിസിക്കെതിരായിട്ട് നമ്മളെ കണ്ടൻറ്റിൽ വയലേഷൻ ഉണ്ട്, അപ്പം അവർ നമ്മളെ ചാനൽ ഡിലീറ്റ് ചെയ്ത് കളയുമെന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും. അപ്പോൾ ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അത് മറ്റുള്ളവരുടെ വീഡിയോസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ 3 സ്ട്രൈക്ക് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് നോട്ടിഫിക്കേഷൻ തരും. എന്നിട്ടാണ് നമ്മളെ ചാനൽ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അവരിപ്പം വേറെ ആരുടെയും വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവർ ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല. ആ ഒരു സമയം വന്നപ്പം യൂട്യൂബ് അത് ഡിലീറ്റ് ചെയ്തു. ഇവരെ ലൈവ് ഇട്ട ശേഷം ചാനൽ കാണാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ലൈവൊക്കെ ചെയ്യുമ്പം അതിൽ ചെറിയ കുട്ടികളെ ഫേസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലൈവിൻ്റെ ഓപ്ഷൻ പിന്നെ യൂട്യൂബ് തരില്ല. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ. അതുപോലെ കുട്ടികളുടെ ഡ്രസ്സില്ലാത്ത ഫോട്ടോസോ വീഡിയോസോ അങ്ങനെയൊക്കെ ഇതിലിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിനിപ്പോൾ വീട്ടിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ കുട്ടികളെ അങ്ങനത്തെയൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മളെ ചാനലിനെ ബാധിക്കും. നമ്മളെ ചാനലിൽ ടെർമിനേറ്റ് ചെയ്ത് കളയാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇവർക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നത് ഇവർ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം ലൈവ് ഇട്ടപ്പോഴാണ് ശേഷം പിന്നെ ചാനൽ കാണാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അത് റിക്കവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമെയിൽ ID കിട്ടണം. എന്നാലേ ഇത് തിരിച്ച് കിട്ടുമെന്ന് ശ്രമിച്ച് നോക്കാം. നമുക്ക് യൂട്യൂബിൻ്റെ അടുത്ത് ഇത് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇമെയിൽ ID അറിയാത്ത സ്ഥിതിക്ക്
തിരിച്ച് കിട്ടുന്ന കാര്യം പ്രയാസമാണ്. എന്തായാലും നോക്കുന്നുണ്ട്. ഇവരെ കൈ തട്ടിയിട്ട് ഡിലീറ്റ് ആയി എന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ ചാനലല്ലേ ഡിലീറ്റ് ആവുള്ളൂ. ഈ ഇമെയിൽ ഐ ഡിയും അതിൻ്റെ കൂട്ടത്തിൽ ഡിലീറ്റ് ആവില്ലല്ലോ. അതൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോമിൽ സെറ്റിങ്സിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഗൂഗിളിൽ സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ആ കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയാത്ത സ്ഥിതിക്ക് അങ്ങനെ കൈതട്ടി പോകാൻ ചാൻസ് ഇല്ല. അപ്പം ഇത് യൂട്യൂബ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാവാം വയലേഷൻസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ പിന്നെ സെറ്റിങ്സ് അറിയാവുന്ന ആരെങ്കിലും പോയിട്ട് ഡിലീറ്റ് ചെയ്യണം. എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല, അതാ സത്യം. എന്തായാലും കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ഇട്ട് റീച്ചാക്കി എടുത്തൊരു ചാനൽ പോകാമെന്ന് പറയുമ്പോൾ ആർക്കായാലും സങ്കടമാണ്.